വേറെ ചിലർ തക്ബീർ ചൊല്ലുന്നു. അല്ലാഹു അക്ബർ ചൊല്ലിത്തീരുന്നതും ഉയർത്തിത്തീരുന്നതും ഒരേ സമയത്താകണം. പിന്നെ അത് മെല്ലെ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ താഴ്ത്തി വെക്കണം. ഈ അല്ലാഹു അക്ബർ പറയുമ്പോ പലരുടെയും തക്ബീർ ശരിയാകുന്നില്ല. എന്തേ ശരിയാകാത്തത്? പലരും പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? അല്ലാഹു എന്ന ഹു എന്ന അക്ഷരത്തിന് ശേഷം ഇനി നമ്മൾ മൊഴിയേണ്ട അക്ഷരം ഏതാണ്? നമ്മൾ ഉച്ചരിക്കേണ്ടത് അ എന്ന അക്ഷരമാണ്. അല്ലാഹു എന്ന സ്ഥലത്ത് ആ. ഇനി നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്താണ്? അക്ബർ. ഞാൻ നേരത്തെ പറഞ്ഞ ഉച്ചാരണം എങ്ങനെയാണ്? അല്ലാഹു അക്ബർ. അല്ലാഹു എന്നതിന് ശേഷം ഉച്ചരിച്ചത് വാ എന്ന വാവാണ് ഉച്ചരിച്ചത്. തക്ബീർ ശരിയായിട്ടില്ല, നിസ്കാരം ശരിയായിട്ടില്ല. അപ്പൊ എന്ത് വേണം? അല്ലാ എന്നത് തൊണ്ടയുടെ ആ തലക്ക് ഉച്ചരിക്കുന്നത് പോലെ അക്ബർ എന്ന ആ അക്ഷരവും തൊണ്ടയുടെ ആ തലക്ക് തന്നെ ഉച്ചരിക്കണം. അപ്പൊ അല്ലാഹു അക്ബർ. അപ്പൊ ആ എന്ന ഉച്ചാരണം ശരി കൃത്യമായിരിക്കണം.